السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ പടച്ച റബ്ബിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരിൽ നാം ഉൾപ്പെട്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദി നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നതോടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി നാം പരിശ്രമിക്കണം. കേവലം ഒരാഴ്ചയിലെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ കേവലം ശബ്ദങ്ങൾ കേട്ട് തിരിച്ച് നാം നമ്മുടെ വീട്ടിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കണക്ഷനും നമുക്കില്ല എങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യന്മാർ, നമ്മളായിരിക്കും ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. പടച്ച റബ്ബ് നമുക്ക് പഠിക്കാനുള്ള അവസരം കൂടി നൽകി, എന്നിട്ടും റബ്ബിന്റെ കലാമിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഏറെ ഗൗരവത്തോടുകൂടെ തന്നെ നാം കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ കുറിച്ചായിരുന്നല്ലോ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന നിൽപ്പിൽ കവിതകൾ ചൊല്ലിയിരുന്ന കവികളുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാണ്, ജസീറത്തുൽ അറബിലാണ്. ഇത് അൻതറയും ഉംറുൽ ഖൈസും സുഹൈർ ബിൻ അബീ സുൽമയും പോലെയുള്ള കവികൾ രചിച്ചതുപോലെ ഒരു കവിത മാത്രമാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും രചിക്കാൻ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട്. നിന്ന നിൽപ്പിൽ ഭാഷാ സാഹിത്യത്തിന്റെ അങ്ങേയറ്റത്തെ വാക്കുകൾ വെച്ച് കവിതകൾ ഉണ്ടാക്കിയവർക്ക് ഇതൊരു പ്രയാസമാവില്ല. എന്നാൽ ഇതൊരു കവിതയല്ല എന്ന റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യാണ്, അവിടെ ഉറപ്പിക്കുകയാണ്. അല്ലാതൊരു ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു കവിതയല്ല, ഇതൊരു മനുഷ്യനിർമ്മിതമല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ പഠിപ്പിച്ചു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ചതല്ല എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അല്ലേ, ഇതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. വദ്ഉ ശുഹദാഅകും, അതിനെ നിങ്ങൾക്ക് ആരിനെ വേണമെങ്കിലും വിളിക്കാം. ആ വദ്ഉ എന്നുള്ളത് ഇസ്തിഗാസ, അതായത് പ്രയാസഘട്ടത്തില് ആവശ്യം തേടുന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വദ്ഉ എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചോളൂ, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടിക്കോ, ആരുടെയൊക്കെ സഹായം തേടിക്കോ. ആ ശുഹദാഅക്കും എന്നുള്ളത് നിങ്ങളുടെ ആലിഹത്തുകൾ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൂട്ടുപിടിച്ചോ, ആരൊക്കെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് ഇറക്കുകയാണ്.
എന്നിട്ടോ ഫഇല്ലം തഫ്അലൂ വലം തഫ്അലൂ ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വലം തഫ്അലു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയൂല എന്നാ. അത് അറബി ഭാഷയിൽ ആ പദപ്രയോഗം തന്നെ അത്രയും അഗാധമായിട്ട് പരിചയപ്പെടാൻ നമുക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയൂല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ഫത്തഖുന്നാർ, നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണം. നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണം. ആ നരകം എന്നുള്ളത് എന്താണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലതി വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അല്ലതി വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി ഉപയോഗിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഉഇദ്ദത് ലിൽ കാഫിരീൻ, അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കിയ സങ്കേതമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നാം അത് മനസ്സിലാക്കി അല്ലേ? ആ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്, നരകത്തിന്റെ അതിതീവ്രമായ ആ പേടിപ്പെടുത്തലിനെ കുറിച്ച് നാം മനസ്സിലാക്കിയല്ലോ. നരകം എന്നുള്ളത് കുട്ടിക്കളിയല്ല. നാം ഇവിടെ നമ്മുടെ ദുനിയവിയായ മുഴുവൻ തിരക്കുകളും മാറ്റിവെച്ച് നാം അവിടെ ഇരിക്കുന്നുവെങ്കിൽ അത് നരകത്തെ പേടിച്ചും സ്വർഗം കിനാവ് കണ്ടിട്ടുമാണ്. അതന്നെ ആവണം നമ്മുടെ ലക്ഷ്യവും, അതന്നെ ആകണം നമ്മുടെ ഉദ്ദേശവും. അതല്ല എങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു രീതിയുണ്ട്. അപ്പൊ മസാനി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് ആയത്തുകളിൽ പ്രയോഗിച്ച ഒരു പദപ്രയോഗമാണ്. ആവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പറഞ്ഞാൽ പിന്നെ തിന്മ പറയും, സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ നരകത്തെ പറ്റി പറയും, അല്ലെങ്കിൽ നരകത്തെ പറ്റി പറഞ്ഞാൽ സ്വർഗത്തെ പറ്റി പറയും. ഇത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ശൈലിയാണ്. അതാണ് നരകത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പിന്നീട് സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അനുഭൂതികളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തക്കികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് അല്ലെ. വബശ്ശിർ
എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം നമുക്ക് പഠിക്കാം. അല്ലദീന ആമനു, ആർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? വിശ്വസിച്ചവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. വിശ്വസിച്ചാൽ മാത്രം മതിയോ? അല്ല. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. വഅമിലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവർ, അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, അല്ലെ, സൽപ്രവർത്തനങ്ങൾ. ഓക്കെ. അന്നലഹും അവർക്കുണ്ട് എന്ത്? ജന്നാത്ത്, ചില തോട്ടങ്ങൾ, ചില സ്വർഗങ്ങൾ അവർക്കുണ്ട്. തജ്രി ഒഴുകും, ജറായജിരി എന്ന് പറഞ്ഞാൽ ഒഴുകും. ഏതിലൂടെ? മിൻ തഹ്തിഹാ, അതിന്റെ താഴ്ഭാഗത്തുകൂടി. മിൻ തഹ്തിഹാ, അതിന്റെ താഴ്ഭാഗത്തുകൂടി. അൽ അൻഹാർ, നദികൾ, അരുവികൾ. കുല്ലമാ റുസിഖു, കുല്ലമാ റുസിഖു, നൽകപ്പെടുമ്പോഴെല്ലാം, അവർക്ക് റിസ്ക്, ഉപജീവനം നൽകപ്പെടുമ്പോഴൊക്കെ, മിൻഹാ, അവിടത്തിൽ നിന്ന്, എവിടം? സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ സമറത്തിൻ, വല്ല ഫലത്തിൽ നിന്നോ പഴത്തിൽ നിന്നോ അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, റിസ്ഖൻ, ആഹാരം, അല്ലെ. ഖാലൂ, അവർ പറയും, ഹാദാ, ഇത്, അല്ലദീ, അതൊന്നാണ്, റുസിഖ്നാ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. റുസിഖ്നാ, നമുക്ക് നൽകപ്പെട്ടി, മിൻ ഖബൽ, മുമ്പേ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വഉതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനെ, ബിഹി, അതിനെ, എന്തിനെ? മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ളതായി. വലഹും, അവർക്കുണ്ട് താനും, ഫിഹ, അവിടത്തിൽ, അസ്വാജുൻ, ഇണകൾ, മുതഹറത്തുൻ, പരിശുദ്ധമാക്കപ്പെട്ട, വഹും ഫിഹ, അവർക്ക് അതിലുണ്ട്, അവർ അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് കേവലം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നബിയെ, നീ എന്ത് ചെയ്യണം? സന്തോഷ വാർത്ത അറിയിക്കണം. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നബിയെ നീ സന്തോഷ വാർത്ത അറിയിക്കണം, ബിശാറത്ത് നൽകണം. അതാണ് ബഷീർ എന്ന് പറയുന്നത്. ബിശാറത്ത്, സന്തോഷ വാർത്ത അറിയിച്ചു. ബഷറത്ത് എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ, തൊലിപ്പുറത്തിനാ പറയാ. അതായത് ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ തൊലിപ്പുറത്ത് ശരിക്ക് കാണത്തില്ലേ, രോമകുമളങ്ങൾ എണീച്ചു നിൽക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ സന്തോഷമുണ്ടായ രംഗങ്ങളെ ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ഒരുപാട് ഹദീസുകൾ സമാനമായി കടന്നു വന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതായത് അതിനൊരു വാക്കർത്ഥം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എങ്ങനെയുള്ളവർക്കാണ്? ആമനു, വിശ്വസിച്ചവർക്കാണ് സന്തോഷ വാർത്ത അറിയേണ്ടത്. ആ വിശ്വാസത്തിന്റെ ബാധ്യതയാണെന്ത്? വഅമിലു സ്വാലിഹാത്ത് എന്നുള്ളത്. ഇപ്പൊ ഈമാനിനെ നിർവചനം പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുമ്പോ 3 കാര്യങ്ങളാ പഠിപ്പിച്ചു തരല്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഖൗലും ബിൽ ലിസാനാണ്. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. വതസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. ഒരാള് വിശ്വസിച്ചു, അള്ളാഹുവിന്റെ, അള്ളാന്റെ റസൂലുണ്ട് എന്ന് വിശ്വസിച്ചു, ഓനെന്ത് ചെയ്തില്ല? ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല. അതുപോലെ തന്നെ വഅമലും ബിൽ അർക്കാൻ, അവന്റെ അല്ലെങ്കിൽ വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങളാൽ അത് പ്രവർത്തിക്കുകയും ചെയ്തില്ല. അവന് ഈമാനുള്ളവൻ എന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല? പറയാൻ കഴിയില്ല. ഈമാനിന്റെ ലക്ഷണമായി, അതിന്റെ നിർവചനമായി പണ്ഡിതന്മാര് പറഞ്ഞതാ തസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? ഈ തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. രണ്ടാമത്തെ എന്തായിരുന്നു? ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പറയണം, മൊഴിയണം, പ്രഖ്യാപിക്കണം. മൂന്നാമത്തതോ അമലും ബിൽ ജവാരിഹ്, അവയവങ്ങളാൽ അത് പ്രവർത്തിക്കുകയും വേണം. ഒരാൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട്, വിശ്വാസിയാണ് എന്ന് അദ്ദേഹം മനസ്സിൽ കരുതിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല എന്നർത്ഥം. അത് പറയണം, അത് ജീവിതത്തിൽ കാണണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. വബശ്ശിരില്ലദീന ആമനു എന്ന് പറഞ്ഞ് മാത്രം അല്ലാഹു നിർത്തിയില്ലല്ലോ. വിശ്വസിച്ചവർക്ക് നബിയെ നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് പടച്ച റബ്ബ് അവിടെ മഖ്ഫൂർ കൊടുത്തിട്ടില്ല. അവിടെ എവിടെ കൊടുത്തത്?
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നബിയെ നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. നബിയെ നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കേണ്ടത്? അന്നലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തു കൂടി അരുവികൾ, നദികൾ അല്ലെങ്കിൽ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന, നദികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ അവർക്ക് ലഭിക്കാനുണ്ടെന്ന് നബിയെ നീ സന്തോഷ വാർത്ത അറിയിക്കുക. അതാണ് അല്ലെ അന്നലഹും നിശ്ചയമായും ലഹും അവർക്കുണ്ട്. ആർക്കുണ്ട്? ഈ വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കുമുണ്ട്, അല്ലാത്തവർക്കല്ല. വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കുമുണ്ട്. ജന്നാത്തി, സ്വർഗ പൂന്തോപ്പുകൾ, സ്വർഗങ്ങൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹാ, ആ സ്വർഗ പൂന്തോപ്പുകളുടെ താഴ്ഭാഗത്തു കൂടി, അൽ അൻഹാർ, നദികൾ, അരുവികൾ. എത്ര പ്രിയപ്പെട്ടവരെ, ഇത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾ അത് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഒരു പ്രകൃതാണ് എന്ത്? കിളികളുടെ കളകളാരവ ശബ്ദമുള്ള, അരുവികൾ ഒഴുകുന്ന, പച്ചപ്പുകളുള്ള സ്ഥലങ്ങൾ കാണുക, അവിടെ ഇരിക്കുക, ആശ്വാസം കൊള്ളുക എന്നുള്ളത്. ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച് നമ്മൾ ഈ ഭൂമി ലോകത്തെ പരിമിതമായ സുഖസൗകര്യങ്ങൾ, അത്തരം കാഴ്ചകൾ തേടി യാത്ര തിരിക്കലുണ്ട്. അതൊരു മനുഷ്യനൊരു അനുഭൂതിയാണ്, മനുഷ്യനൊരു ആസ്വാദനമാണ്. പടച്ച റബ്ബ് പ്രിയപ്പെട്ടവരെ, അത് എത്ര മനോഹരമായിട്ടാ നമ്മുടെ ഭാവനയും ഒരു മനുഷ്യ മനസ്സിന് പോലും ഭാവന ചെയ്താൽ എത്തൂല സ്വർഗം. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. എന്നാലും പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഈ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ എന്താ സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതാണ് അന്നലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ മിൻ എന്നില്ലാതെ തഹ്തഹൽ അൻഹാർ എന്നത് ഖുർആനിൽ വരുന്നുണ്ട്. മിൻ എന്ന് അവിടെ എന്ത് ചെയ്യൂല, പ്രയോഗിക്കൂല. തഹ്തഹൽ അൻഹാർ നമുക്ക് ഓതുമ്പോ പലപ്പോഴും എന്ത് ചെയ്യും, എല്ലാവരും തഹ്തിഹ എന്ന് തന്നെ ഓതിപ്പോകും. നമ്മള് ശ്രദ്ധിക്കന്നെ വേണം. ഓക്കെ, ഇനി ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം അവർക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇനി ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അവസ്ഥയാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. എന്താണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത് അറിയോ? ആ സ്വർഗത്തിലെ ഓരോ കനിയും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്നവർ പറയും. എന്താണ്? കുല്ലമാ റുസിഖൂ മിൻഹ, ആ സ്വർഗത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? മിൻ സമറത്തി റിസ്കൻ, കായ്ക്കനികളും ഫലവൃക്ഷാദികളും പഴങ്ങളൊക്കെ കൊടുക്കും. അവര് പറയും, അവര് പറയും ഹദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട അതേ പഴങ്ങൾ തന്നെയാണല്ലോ എന്ന് എന്ത് ചെയ്യും? ആ സ്വർഗീയവാസികൾ പറയുന്ന വിശദീകരണം നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. വഅതൂബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വാസ്തവത്തില് പരസ്പരം സാദൃശ്യമുള്ള നിലയിൽ അത് അവർക്ക് നൽകപ്പെടുകയാണ് ഉണ്ടായത്. എന്താണ്? വഅതൂബിഹി മുതശാബിഹ, മുത്തശാബിഹത്തായിട്ടുള്ള സാദൃശ്യമുള്ള വസ്തുക്കളാണ് എന്ത് ചെയ്തത്, കൊടുത്തത്. അല്ലാതെ ആ മുമ്പുള്ള വസ്തുവല്ല എന്ന് എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുകയാണ്. വലഹും ഫീഹാ അസ്വാജും മുതഹറ, വലഹും ആർക്കുണ്ട്? ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവിടെയുണ്ട് എന്തുണ്ട്? അസ്വാജും മുതഹറ, അസ്വാജ് ഇണകളുണ്ട്, മുതഹറ പരിശുദ്ധമാക്കപ്പെട്ട ഇണകളുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും പരിശുദ്ധമാക്കപ്പെട്ട ശുദ്ധീകരിച്ച ഇണകൾ അവിടെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വഹും ഫീഹാ ഖാലിദൂൻ, വഹും ഫീഹാ, ആ
അവർ എന്നും ആമനു വാമിലു സാലിഹ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഖാലിദൂൻ അവരെവിടെ ശാശ്വതരാണ്, നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ അർത്ഥം എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഒരുപാട് അനുഭൂതികൾ അവർക്ക് നൽകുമെന്ന് എന്ത് ചെയ്യാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങള്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്വാജ് എന്ന് പ്രയോഗിച്ചല്ലോ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന പദപ്രയോഗങ്ങളാണ് അല്ലെ. അല്ലാഹു സുബ്ഹാന അസ്വാജ് എന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ. അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോഴെല്ലാം, ഫലങ്ങൾ നൽകപ്പെടുമ്പോഴെല്ലാം അവർ ഇത് മുമ്പേ കിട്ടിയിരുന്നു എന്ന് പറയുമായിരുന്നു. എന്താ അതിന്റെ അർത്ഥം, എന്തായിരിക്കും ഉദ്ദേശം? രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഇതിന് മുമ്പ് സ്വർഗത്തിൽ അല്ലെ, ഇവർക്കിപ്പോ ഈ ഭക്ഷിപ്പിച്ചതിന് മുമ്പ് സ്വർഗത്തിൽ കൊടുത്ത ഫലവൃക്ഷങ്ങൾ, പഴങ്ങൾ അതേപോലെ തന്നെയാണല്ലോ എന്ന് പറയുക. അതല്ല എങ്കിൽ ഭൂമി ലോകത്ത് ഇന്ന് ഇവിടെ പറയുന്ന ഫലങ്ങൾ പഴങ്ങൾ രൂപത്തിൽ അത് തന്നെയാണല്ലോ എന്നും പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ലൈസ ഫി ദുനിയാ മിനൽ ജന്നത്തി ഷൈഉൻ ഇല്ലൽ അസ്മാ. വല്ലാത്തൊരു വാക്കാണത്. ദുനിയാവില് സ്വർഗത്തില് അരുവിയുണ്ട്, പാലുണ്ട്, തേനുണ്ട്, പഴങ്ങളുണ്ട്, ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ദുനിയാവിലെ പേര് മാത്രമാണ്. അതൊന്നും നമുക്കൊരിക്കലും തശ്ബീഹ് ചെയ്യാനോ സാദൃശ്യപ്പെടുത്താൻ കഴിയുന്ന വസ്തുക്കളല്ല. ഇപ്പൊ പാലിനെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി പാലോട് ചേർത്തിയാൽ ചേരൂല അല്ലെ. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഫലത്തോട് അവിടുത്തെ ഫലങ്ങളെ ചേർത്തിയാൽ അത് ചേരൂല. അതൊക്കെ വ്യത്യസ്തം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് മനസ്സിലാകാൻ വേണ്ടി ചില അസ്മാകൾ, ചില പേരുകൾ എന്ത് ചെയ്യുന്നതാണ് ലൈസ ഫി ദുനിയാ മിനൽ ജന്നത്തി ഷൈഉൻ ഇല്ലൽ അസ്മാ. സ്വർഗത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പേരുകളല്ലാതെ ഇഹലോകത്തിലില്ല. സ്വർഗത്തിലെ വസ്തുക്കളിൽ നിന്ന് പേരുകളല്ലാതെ ഇഹലോകം അത് വേറെ തന്നെയാണ്. അത് വേറെ തന്നെയാണ്. അത് രുചിയിലും അല്ലെ, അതിന്റെ മണത്തിലും ഒക്കെ വൈവിധ്യങ്ങളുണ്ട്. ഒരു പക്ഷെ കാഴ്ചക്ക് സമാനമായി തോന്നിയാലും രുചിയിലും അതിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധത്തിലൊക്കെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള മണങ്ങളായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. പിന്നീടുള്ളതോ വലഹും ഫീഹ അസ്വാജുൻ മുതഹറ. വലഹും ഫീഹ, ആ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ആ സ്വർഗത്തിലുണ്ട് അസ്വാജുൻ മുതഹറ. ഭർത്താവിനും ഭാര്യക്കും സൗജി എന്ന് പ്രയോഗിക്കും, ഭർത്താവിനാകട്ടെ ഭാര്യക്ക്, രണ്ടിനും സൗജി എന്ന് പ്രയോഗിക്കും അറബിയിൽ. അപ്പൊ പരസ്പരം മുതഹറത്തായ, പരിശുദ്ധമാക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഇണകളെ പടച്ചറബ് നൽകുന്നുള്ളതാണ്. അത് ഹോർലിങ്ങളാണോ, ഇനി ദുനിയാവിലെ ഇണകളാണോ, അല്ലാഹു അഅലം. ഹോർലിങ്ങളാവാം, ദുനിയാവിലെ ഇണകൾ എന്താണെങ്കിലും പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടതാവും. അതായത് പക ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, കുരുറ്റുണ്ടാവില്ല, ഒന്നുമില്ലാത്ത മനസ്സ് മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ. ഇനി പ്രത്യക്ഷമായതാകട്ടെ ശരീരം മുഴുവൻ സുഗന്ധപൂർണിതമായ അവസ്ഥയിൽ, ഒരഴുക്കോ ഒരു ചളിയോ ഒന്നുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇണകളെ കൊടുക്കുന്നു. വലഹും ഫീഹാ അസ്വാജുൻ മുതഹറ. മുതഹറത്തായ, ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊടുക്കും. പരിശുദ്ധരായ ഇണകളും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. പിന്നെയോ വഹും ഫീഹാ ഖാലിദൂൻ. ഫീഹാ, ആ ജന്നാത്തിൽ, ആ സ്വർഗത്തിൽ, വഹും അവർ, ആരെ ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും. അവരവിടെ നിത്യവാസികളായിരിക്കും. ഇതാണ് ഈ ആയത്തുമായി പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൊതിക്കേണ്ടത് എന്തിനാ? സ്വർഗം കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യവും ഒക്കെ നമുക്ക് വേണം. ഈ സ്വർഗം ആർക്കാണ് കിട്ടുക എന്ന് സമാനമായ കുറെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ആയത്ത് എന്നുള്ള സൂറത്തുൽ മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആയത്താണ് തിൽക്കൽ ജന്നത്തുൽ ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. തിൽക്കൽ ജന്നത്തുൽ ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആര് ധർമ്മനിഷ്ഠ പുലർത്തുന്നവരായിരിക്കുവോ അവർക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന ഗേഹമാണ് സ്വർഗം. ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞ തഖ്വ ആരാണോ പുലർത്തുന്നത് അവർക്കാണ് നാം സ്വർഗം കൊടുക്കുക.
അല്ലെ? മുത്തഖീകൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന് നല്ലൊരു വിശദീകരണം നൽകുന്നുണ്ട്. അല്ല, തഖ്വക്ക് നല്ലൊരു വിശദീകരണം നൽകുന്നുണ്ട്. ആ വിശദീകരണം ഒന്നിങ്ങനെയാണ്: ഒന്നൽ ഖൗഫു മിനൽ ജലീലാണ്, പടച്ച റബ്ബിനെ ഭയപ്പെടണം. അപ്പൊ നമുക്ക് തഖ്വ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടയാളം എന്താണ്? എന്റെ ബിസിനസിന്റെ രംഗത്താകട്ടെ, എന്റെ വീട്ടിലാകട്ടെ, ഞാൻ ഒറ്റക്കാകുമ്പോഴാകട്ടെ, ഞാൻ യാത്രയിലാകട്ടെ, എന്റെ ഇണയുടെ മുന്നിലാകട്ടെ, എന്റെ തുണയുടെ മുന്നിലാകട്ടെ, ഞാൻ എവിടെയായിരുന്നാലും എന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടേ ഞാൻ ഏത് കാര്യം ചെയ്യുകയുള്ളൂ. നമുക്കാണ് ബോധ്യപ്പെടേണ്ടത്, വേറെ ആർക്കും അല്ല. നമ്മുടെ മനസ്സിലാണ് ആ ബോധ്യം വരുന്നത്. എന്റെ പടച്ച റബ്ബിനെ ഭയന്നിട്ടേ ഞാൻ ഏത് കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് അടിയുറച്ച് പറയാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാം. അൽഹംദുലില്ലാഹ് നമുക്ക് പറയാം. ഇല്ല എങ്കിൽ തഖ്വ നമ്മിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ അമലു ബിത്തൻസീൽ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ അതീവ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും നാം നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. അതീവ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും നാം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ നമസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറയലുണ്ട്. നമസ്കാരം എന്നുള്ളത് എന്താണ്? റാഹത്താണ്, അല്ലെ? നമസ്കാരം എന്നുള്ളത് കൺകുളിർമയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്ന് നമസ്കാരത്തിൽ നിന്ന് റാഹത്ത് കണ്ടെത്താനാണ് പലരും ശ്രദ്ധിക്കുക. ഞാൻ പ്രയോഗിച്ച പദപ്രയോഗം മനസ്സിലായോ? എങ്ങനെയെങ്കിലും നിസ്കരിച്ച് കടക്കണം, എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ചു, അത് നിസ്കാരം കഴിഞ്ഞിട്ടേ കഴിച്ചിലായി. ഇതൊക്കെ നമ്മൾ പറയുന്ന പദപ്രയോഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ കഴിച്ചിലായില്ലേ? അങ്ങനെ പ്രയോഗിക്കേണ്ട പ്രയോഗ കർമ്മങ്ങളല്ലാതെ അതാണ് ചെയ്തത്. അന്ന് പിന്നെ നമുക്ക് തിരിയണ്ടല്ലോ, അല്ലല്ലോ. മുൻഗാമികൾ നമസ്കാരത്തിന് ആശ്വാസം കണ്ടെത്തിയിരുന്നു. നമ്മള് നമസ്കാരത്തെ തൊട്ട് ആശ്വാസം കണ്ടെത്തണം. നമസ്കാരം എങ്ങനെയെങ്കിലും ഒരു കഴിഞ്ഞാ കഴിച്ചില്ലായി, ആ ചിന്ത നമ്മൾ മാറ്റണം. അങ്ങനെ ഓരോ കർമ്മങ്ങളും അല്ല അമലു ബി തൻസീൽ, അള്ളാഹുവിന്റെ റസൂൽ ഇറക്കി തന്ന കർമ്മങ്ങളിൽ ഒരു അതീവ ശ്രദ്ധയും താല്പര്യവും നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തത് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഒക്കെ സമാനമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ്. നാളെയുടെ പാരിത്രിക ലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള പാതയങ്ങൾ ഒരുക്കി വെക്കാനുള്ള ത്വര. ആ ഒരു ത്വര ഒരാളിലുണ്ടോ അവന് തഖ്വ ഉണ്ട് എന്നുള്ളതാ. ഏത് കാര്യം ചെയ്യുമ്പോഴും കുറച്ചൊരു ഇതിന്റെ പാരിത്രിക ലോകവുമായിട്ട് ഇത് കണക്ഷൻ ഉണ്ടോ, ഇതിന്റെ സ്വർഗവുമായി ബന്ധപ്പെട്ട ഇതിനെന്താണ് ബന്ധം എന്നവൻ ചിന്തിക്കും. അവന് തഖ്വയുണ്ട്. നാലാമത്തെ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അല്ലെ? എത്ര ഉണ്ടെങ്കിലും അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചത്, അല്ലെ? സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാലും പിന്നീട് കിട്ടണമെന്ന് ആഗ്രഹിക്കും, എത്ര കിട്ടിയാലും പിന്നീട് കിട്ടണമെന്ന് ആഗ്രഹിക്കും. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫി സിനതി ഫി ഹുബ്ബി ദുനിയാ വ തൂലിൽ അമൽ. ഒരു വയോവൃദ്ധന്റെ മനസ്സ് പോലും രണ്ട് കാര്യത്തിൽ യുവാവിന്റെ മനസ്സിന് തുല്യമായിരിക്കുന്ന ഫി ഹുബ്ബി ദുനിയാ, ദുനിയാവിനുള്ള അതിയായിട്ടുള്ള ഭ്രമം, അതിയായിട്ടുള്ള ആഗ്രഹം. അതുപോലെ തന്നെ തൂലിൽ അമൽ, ദുനിയാവിൽ ഒരുപാട് ആയുസ് കിട്ടണം, ദുനിയാവിൽ ഒരുപാട് ദുനിയവിയായ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കണമെന്ന് ഈ രണ്ടാഗ്രഹങ്ങൾ. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞിട്ട്, ഇതിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന ആളുകൾ അത് വളരെ ഗൗരവം തന്നെയാണ്. എത്ര കിട്ടിയാലും എത്ര വീടുകൾ, അല്ലെ? നമ്മളൊരു വീട് 2000 അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കും, അപ്പുറത്ത് വേറെ വെക്കുമ്പോൾ ഇത് പോരാ, ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കൂടി ഇന്റീരിയർ ഒക്കെ ഒന്ന് മാറ്റണം. മനുഷ്യ പ്രകൃതങ്ങളാണ്. വാഹനം, അല്ലെ? ഏതെങ്കിലും വാഹനം ഉപയോഗിക്കുക, നമുക്ക് യാത്രാ സൗകര്യത്തിനും സഞ്ചാരത്തിനും സുഖമുള്ള ഒരു വാഹനം ഉപയോഗിക്കുക എന്നുള്ളപ്പുറത്ത് എത്ര ആളുകളെ പ്രൗഢിയുടെ പേരിൽ മാത്രം വാഹനങ്ങൾ മാറ്റിമറിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സില്ലാതെ പടച്ച റബ്ബിനെ പഴിചാരുന്ന എത്ര ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കൊന്നും തന്നില്ലല്ലോ, അവനിക്ക് എത്ര കൊടുത്തത്, എനിക്ക് ഇങ്ങനത്തെ ഇണയല്ലേ തന്നത്, ഓൻ എത്ര. അങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സില്ലാത്ത അവസ്ഥ. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വളരെ ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യണം? ഈ ഒരു വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും എത്ര കിട്ടിയാലും എന്തൊക്കെ ലഭിച്ചാലും അതിനെ വളരെ നിരാകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് തഖ്വയുടെ ഒരു കുറവാണ് എന്നുള്ളത് മഹാനായ സ്വഹാബി വര്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരികയാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം ആർക്കാണ് കിട്ടുക എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ച്, ഏതായത്തിനെ വിശദീകരിച്ച് തിൽക്കൽ ജന്നത്തുല്ലതി യൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹാദിഹിൽ ജന്നത്തുല്ലതി വസഫനാ ബിഹാദിഹി സിഫാത്തിൽ അലീമ ഇല്ലതി യൂരിസു മിൻ ഇബാദിനാ അൽ മുത്തഖീൻ വഹുമൽ മുതീഊന ലില്ലാഹ് അസ്സ വജല്ല ഫിസ്സറാഇ വല്ലറാ വൽ ഖാദിമൂനൽ ഗൈള വൽ ആഫൂന അനിന്നാസ്. ഒരു മനുഷ്യന് വേണ്ട മുഴുവൻ സ്വഭാവത്തെയും അദ്ദേഹം എടുത്തു പറയുകയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നവൻക്കാണ് ആ സ്വർഗ്ഗം ഉള്ളത്. എത്ര മനോഹരമായിട്ടുള്ള വാചക! ദുഃഖത്തിലും സന്തോഷത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ആ സ്വർഗ്ഗം. വൽ ഖാദിമൂനൽ ഗൈള, ദേഷ്യത്തെ അടക്കി പിടിക്കുന്നവനാണ്, ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവനക്കാണ് സ്വർഗം ഉള്ളത്. വൽ ആഫൂന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ് ആ സ്വർഗമുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇപ്പൊ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. വല്ലാത്തൊരു ആയത്താണ്. സൂറത്ത് ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോ ധൃതിപ്പെടാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വർഗത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഏതേത് കാര്യം പറഞ്ഞപ്പോൾ അള്ളാന്റെ പ്രയോഗം അങ്ങനെ ധൃതി കാണിക്കണം. കാരണം അത് എപ്പോഴാണ് അതിന് അവസരം നഷ്ടപ്പെടുക എന്നറിയില്ല, അത് എപ്പോഴാണ് നിലച്ചു പോവുക എന്നറിയില്ല. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണേ. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ ധൃതിപ്പെടണേ. മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗം. അപ്പൊ ധൃതിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുമ്പോ പ്രിയപ്പെട്ടവരെ ധൃതിപ്പെടുക തന്നെ വേണം. ഈ ഒരു ആയത്ത് നാം പഠിക്കുമ്പോ ബശീരില്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് എന്ന ആ ആയത്ത് പഠിക്കുമ്പോ ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ് സ്വർഗമുള്ളത് എന്ന സന്തോഷ വാർത്ത നബിയെ നീ അറിയിച്ചു കൊടുക്കുക എന്ന ആയത്ത് നാം പഠിക്കുമ്പോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വർദ്ധിക്കുക, അത് ഉപകാരപ്പെടുക. അപ്പൊ ആ സ്വർഗത്തെ നാം മനസ്സിലാക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ വിഷയം എടുത്തു പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്? സ്വർഗത്തെ പറഞ്ഞത്. അത് പിന്നീട് ബർസഖിയായ ലോകം, പിന്നീട് ബർസഖിയായ ലോകമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, പിന്നീട് അവരുടെ പ്രതിഫലങ്ങൾ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? അവർക്ക് നൽകപ്പെടും. ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആ നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആര് പ്രവേശിക്കുന്നുവോ അവൻ വിജയിച്ചു എന്നാ. മരണത്തിന് തൊട്ട് ശേഷം മരിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഇതാണ്. അതായത് ഇദാ മാത ഉലിദ അലൈഹി മഖഅദഹു ബിൽ ഗദാത്തി വൽ അശിയ്യ, നമ്മളൊക്കെ മരിച്ചപ്പോൾ എത്ര നേരം വെക്കുക പ്രിയപ്പെട്ടവരെ? രാത്രി മരിച്ച നാളെ ളുഹറിന് മുന്നേ ഖബറടക്കാന്ന് എല്ലാരും പറയും. അതിനപ്പുറത്തേക്കൊന്നും വെക്കൂല അല്ലെ? ളുഹറിന് മുന്നേ ഖബറടക്കാം, വെയിലാകണേ മുമ്പ് ഖബറടക്കാം. ഇന്ന് രാത്രി നാളെ രാവിലെ ഒരു 4-5 മണിക്കൂർ കിട്ടും. പിന്നെ നമ്മള് ബർസഖിയായ ലോകത്തേക്കുള്ള യാത്രയാണ്. ആ 6 അടി മണ്ണിൽ വെച്ചാൽ എല്ലാവരും പിരിഞ്ഞു പോന്നാൽ മലക്കാൻ യൻസിനാൻ, 2 മലക്കുകൾ അവനിലേക്ക് കടന്നു വരും. ആ ചോദ്യങ്ങളുടെ ശ്രേണിയൊക്കെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ സങ്കേതം കാണിക്കപ്പെടുന്ന സ്വർഗീയവാസിയാണോ സ്വർഗീയ കാഴ്ചകൾ, നരകീയവാസിയാണോ നരകീയ കാഴ്ചകൾ. ഒന്നാലോചിച്ചൊക്കെ, മരിച്ച് മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് മുതൽ അവൻ പേടിക്കുന്നു, ഭയക്കുന്നു. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് എടുക്കുന്നത് മുതൽ നല്ല മയ്യത്തിന്റെയും ചീത്ത മയ്യത്തിന്റെയും ലക്ഷണങ്ങളും ഒക്കെ നാം പഠിച്ചത് മനസ്സിലാക്കിയതാണ്. അവിടുന്ന് മുതൽ തുടങ്ങി. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ പറ്റി പറഞ്ഞത്. പിന്നെ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ, നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആര് പ്രവേശിക്കുന്നുവോ അവൻ വിജയിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം, ഇപ്പൊ നമുക്കൊക്കെ പല ലക്ഷ്യങ്ങൾ ഉണ്ടാവും, പല ലക്ഷ്യങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാവും. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും വലിയ ലക്ഷ്യം അതായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മൻ സഅലല്ലാഹൽ ജന്നത സലാസ മററാത്ത്, ആരെങ്കിലും 3 തവണ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ദിനേനെ ഉണ്ടാകേണ്ട ഒരു സ്വഭാവത്തെ കൂടി റസൂലുള്ളാഹ് പഠിപ്പിക്കുകയാണ്. നമുക്ക് പലപ്പോഴും പലതും ചോദിക്കും, എന്റെ രോഗം മാറ്റി തരണേ, വീട് പണി കഴിയണേ, കുട്ടിയെ കല്യാണം കഴിപ്പിക്കാള് പെട്ടെന്ന് അതിനുള്ള പൈസ റെഡി ആവണം, ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വണ്ടി മേടിക്കാന്, ഇന്ന കാര്യങ്ങളൊക്കെ ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകൾ എന്ത് ചെയ്യും നമ്മള് ചൊല്ലലുണ്ട് അല്ലെ. എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ ചോദിക്കണം. ചില സ്വർഗം തരണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗം പറയുന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ നാഥ. നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം. ആരെങ്കിലും 3 തവണ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, നരകം പറയപ്പെടുന്ന നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട. അപ്പൊ തറക്കിനെ ആവൃതം കേട്ടു ഒക്കെ ഇങ്ങനെ തലക്കാട്ടി ഇവിടുന്ന് പോകുമ്പോ ഡിലീറ്റ് അടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാർ. വെറുതെ പറഞ്ഞല്ല, നമ്മളിത് പഠിച്ചു അറിഞ്ഞു, നമ്മളിത് മനസ്സിലാക്കി, പിന്നെ നമ്മുടെ ജീവിതത്തില്ലെങ്കിൽ നമ്മളെത്ര ദൗർഭാഗ്യവാന്മാരാ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ, വസ്ത്രം ധരിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ അതിപ്രാധാന്യത്തോടു കൂടി കാണണം. കാണുമ്പോൾ നമ്മൾ വിശ്വാസികളാവുക. നമ്മൾ കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നു എന്നുള്ള പോലെ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ ആ സ്വർഗത്തിന് അർഹരായി തീരുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കിയേ നിങ്ങൾ, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, മാലാ ഐനു റഅതു വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. നമ്മൾ നേരത്തെ അതിന്റെ ഒരു ഭാഗം വിശദീകരിച്ചു. ഒരു കണ്ണ് പോലും കണ്ടിട്ടില്ല. ഇനി ദുനിയാവിയായിട്ടുള്ള എന്തെല്ലാം വലിയ സ്ഥലങ്ങളും ട്രിപ്പുകളും പോയ ഭൂമിയിലെ സ്വർഗമാണെന്നൊക്കെ വിവരിക്കപ്പെട്ടാലും അല്ല, അതല്ല. വലാഉദ്ദിൻ ഒരു കാത് പോലും ആ സ്വർഗത്തെ കുറിച്ച് എത്ര ഹത്തീമാരും എത്ര പ്രഭാഷക വൈഭവമുള്ളവർ ആ സ്വർഗത്തെ പറ്റിയിട്ട് വിശദീകരിച്ചാലും അതെത്തൂല. ഒരു മനുഷ്യ മനസ്സിന് പോലും ഭാവന ചെയ്യാൻ കഴിയൂല ആ സ്വർഗത്തെ കുറിച്ച്. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ ആ വാചകം നമ്മുടെ മനസ്സിൽ. ദുനിയാവിലുള്ള കുറെ പേരുകൾ മാത്രം, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട, സ്വർഗത്തിലേക്ക് ചേർത്തി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് അവിടെ ബോധ്യപ്പെടും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നോക്കി നിങ്ങൾ, ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിലെ 100ഓളം ദറജകളുണ്ട്. 100ഓളം ദറജകളുണ്ട്. നരകത്തിന് താഴോട്ടും സ്വർഗത്തിന് മുകളിലോട്ടുമാണ്. നരകത്തിന് ഇങ്ങനെ താഴോട്ടുണ്ടാവുക, സ്വർഗത്തിന് മുകളിലോട്ടാണ് ഉണ്ടാവുക. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഓരോ പദവി, ഓരോ തട്ടുകൾക്കിടയിലും ആകാശഭൂമിയോളം വിശാലത ഉണ്ടാവും. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സ് അല്ലെ, ഈ ബഹിരാകാശവും പ്രപഞ്ചവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന മിൽക്കി വേ എന്ന് പറയുന്ന സൂര്യനിൽ നിന്ന് വളരെ ഒരു പൊടിക്കണക്കിന് മാത്രം വലുപ്പമുള്ള ഒരു ഗ്രഹത്തിലല്ലേ. അത് മാത്രം ചിന്തിച്ചു നോക്കിയേ. ഇത് നമുക്ക് ഈ ദുനിയാവ് മൊത്തം നമുക്ക് സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് പോസിബിൾ ആണോ? ലോകം ചുറ്റിക്കറങ്ങി എന്ന് പറയുന്നവരെ ലോകത്തിന്റെ ഏതെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ലോകം മുഴുവൻ ചുറ്റിക്കണ്ടു എന്ന് പറയുന്നത്. ഇത് പോസിബിൾ ആണോ? ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നോക്കിയേ, മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വിശാലതയുണ്ട് ഓരോ ദറജക്കും, ഓരോ പദവിക്കും. അത് നമ്മളെ മനസ്സിനെ കിനാവ് കാണുന്നതൊക്കെ തന്നെ കേൾക്കുമ്പോൾ ആ സ്വർഗം നമ്മൾ കിനാവ് കണ്ടിട്ട് തന്നെ ജീവിക്കണം. കിനാവ് കാണുമ്പോഴാണ് കൂടുതൽ അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് താല്പര്യപ്പെടാൻ കഴിയും. അങ്ങനെ മുൻഗാമികൾ കിനാവ് കണ്ടത് കൊണ്ടാണ് കഴിച്ചു കൊണ്ടിരിക്കുന്ന കാരക്കച്ചിയോട് പോലും മരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടാനുള്ള മനസ്സുണ്ടല്ലോ, അത് കിനാവ് കണ്ടുകൊണ്ടാണ്, അത് കൊതിച്ചതുകൊണ്ടല്ല, സ്വർഗത്തെ കുറിച്ച് കുത്തുവ കേട്ടോണ്ടല്ലത്. അത് കിനാവ് കണ്ടവരുടെ ജീവിതത്തിന് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ ഇടം വലം നോക്കൂല എന്ന് പറയല്ലോ. ആ ഇടം വലം നോക്കാതെയുള്ള പ്രവൃത്തികളായിരുന്നു അവരിൽ നിന്നും ഉണ്ടായത്. നോക്കിയേ നിങ്ങള്, വൽ ഫിർദൗസു അഅലാഹാ ദറജ, അതിൽ ഏറ്റവും ഉന്നതമായ 100ാമത്തെ ദർജ ഏതാ? ഫിർദൗസ് ആണ്. വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നത്തിൽ അർബഅ, ആ ഫിർദൗസിൽ നിന്നാണ് സ്വർഗീയ 4 നദികൾ ഉത്ഭവിക്കുന്നത്.
സ്വർഗത്തിലെ 4 നദികൾ ഉത്ഭവിക്കുന്നത് എവിടുന്ന? ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ്. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശ്, അതിൻ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ സിംഹാസനമുള്ളത്. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂ അൽ ഫിർദൗസ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലേ, നമ്മളൊരു കടയിൽ പോയി പർച്ചേസിന് പോയാല് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച വസ്തുവിന് പൈസ തികയാതാവുമ്പോൾ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ നമ്മളിപ്പത്തെ ഒരു കറന്റില് നമ്മൾ എന്താ ചെയ്യാ? സാധാരണ ഫോൺ എടുത്ത് വിളിക്കും അല്ലേ, ഒരു 3000 2000 നീ ജിപേ ചെയ്തിട്ടോ, നാളെ ചെയ്തുതരാം. അവിടെ കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല ഇപ്പൊ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ കൊടുന്നേരാന്ന് പറയും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അവിടെ അത് കഴിയോ? ഇവിടെ നമുക്ക് എന്തും മേടിച്ചു കൂട്ടാൻ പറ്റും. ഇന്ന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ കൊല്ലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ കഴിയും? മേടിക്കാൻ കഴിയും. എത്ര വലിയ സൗഭാഗ്യങ്ങൾ വേണമെങ്കിലും പരിശ്രമിച്ച ഇവിടെ നടക്കും, അവിടെ കിട്ടൂല. അവിടെ കിട്ടണമെങ്കിൽ ഇവിടെ പരിശ്രമിക്കണം, അവിടെ കിട്ടണമെങ്കിൽ ഇവിടെ പരിശ്രമിക്കണം. അതാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അദ്ദുനിയ ദാറു അമൽ, ദുനിയാവ് എന്നുള്ളത് പണിയെടുക്കാനും പരിശ്രമിക്കാനുമുള്ള ഗേഹമാണ്, സ്ഥലമാണ്, പണിയിടമാണ്. വല്ലാഖിറത്തു ദാറു ജസാ, ആഖിറം എന്നുള്ളത് ഇവിടെ പണിയെടുത്തതിന്റെ പ്രതിഫലം വാരിക്കൂട്ടാനുള്ള സ്ഥലമാണ്. ഫഇല്ലം യഅമൽ ഹുനാ നദിമ ഹുനാക, ഇവിടെ നാം പണിയെടുത്തിട്ടില്ല എങ്കിൽ അവിടെ നാം ഖേദിക്കും. ഇവിടെ നാം പണിയെടുത്തിട്ടില്ല എങ്കിൽ അവിടെ നാം ഖേദിക്കും. എത്ര മനോഹരമായിട്ടുള്ള ഉപമകളാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അത് നമ്മൾ ഏറെ ഒരു സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരുടെ കൗലുകൾ കാണാനേ, ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് മീസാനിൽ കനം തൂങ്ങുന്ന കലിമത്താനി ഖഫീഫത്താനി ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. റസൂൽ പറഞ്ഞ കലിമത്താനി ഖഫീഫത്താൻ, 2 വാക്കുകൾ. ഖഫീഫത്താനി അൽ ലിസാൻ, അവന് വളരെ ലളിതാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഭയങ്കര കനം തൂങ്ങുന്ന കാര്യമാണ്. ഏത്? സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആലോചിച്ച് നോക്കി നിങ്ങള്, ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവർ. ആ ഒരു പ്രാർത്ഥന 100 എണ്ണം ചൊല്ലിയ 150 ചൊല്ലിയ മീസാനിൽ കനം തൂങ്ങിയില്ലേ? എനിക്ക് സ്വർഗത്തിന്റെ പദവികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കല്ലേ. പടച്ച റബ്ബ് ആദിലല്ലേ, അടിമണിത്തൂക്കം പോലും ഒരാളോട് പോലും അനീതി കാണിക്കാത്തവനല്ലേ റബ്ബ്. ചെയ്തതിനുള്ള അതേ പ്രതിഫലം പടച്ച റബ്ബ് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് നല്ലൊരു ബോധ്യം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പരിശുദ്ധ ഖുർആന് സൂറത്തുൽ മുഹമ്മദിലൂടെ ആ അൻഹാറുകളെ പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട്. മസലുൽ ജന്നത്തില്ലതി വഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ. ആ സ്വർഗത്തിലെ നദികളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഒന്നെന്താ? അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് അല്ലെ. നമ്മളൊരു കുപ്പിയില് വെള്ളമാക്കി വെച്ചാല് എത്ര ദിവസം ഇരിക്കും? ഒരു കുപ്പിയിൽ വെള്ളമാക്കി വെച്ചാൽ എന്ത് ചെയ്യും? അത് പകർച്ച വരും, മണവ്യത്യാസം വരും. അള്ള പറയാ പകർച്ച വരാത്ത. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികൾ അവിടെയുണ്ട്. വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം വരാത്ത പാലിന്റെ അരുവികളും. അതുപോലെ തന്നെ വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളും ഉണ്ട് അവിടെ. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളും ഉണ്ട് അവിടെ. ആ ഒരു 4ഓളം അരുവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കണം. ദുനിയാവിലെ വസ്തുക്കളാണ്, പക്ഷെ അതൊക്കെ എന്ത് ചെയ്യലുണ്ട്? പല രൂപത്തിലും മാറ്റം വരുന്നത്. പാല് എത്ര ഈസ നമുക്ക് വെക്കാൻ കഴിയുക അല്ലെ? വെള്ളം എത്ര ഈസ വെക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ? തേനിൽ എത്ര മായങ്ങളും എത്ര പ്രയാസങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയൊക്കെ എടുത്തു പറയാം. മദ്യം അല്ലെ ഹറാമാണ്, എന്നാൽ അത് ഇവിടെയുള്ള ഹറാമുകളെ മുഴുവൻ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവിടെ അത് ഹലാലായി തീരും. ഇതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് തീരുമാനിക്കണം, ഇത് സ്വർഗം കിട്ടണമെന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ
ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങൾ, ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്ന ഇന്നലക്കും നിങ്ങളൊന്നും ആരോഗ്യവാന്മാരാ, നിങ്ങൾക്ക് രോഗമല്ല അല്ലെ. നമ്മള് ദുനിയാവിലെ അവസ്ഥ എന്താ? എവിടെങ്കിലും ശരീരത്തിന് വേദന വന്ന പഠിച്ചാൽ ഇതിപ്പോ എന്താന്ന് ചിന്തിക്കും നമ്മള് അല്ലെ. ഇല്ല, നിങ്ങൾ എന്നൊന്നും ആരോഗ്യവാന്മാരാ, നിങ്ങൾ രോഗികളാവുകയില്ല. നിങ്ങളിഞ്ഞ് മരിക്കൂലട്ടോ, നിങ്ങളിഞ്ഞ് ശാശ്വതരായി ഇവിടെ ജീവിച്ച് ആസ്വദിക്കാനുള്ളവരാ. പ്രായാവൂല, നിങ്ങൾ എന്നൊന്നും യുവാക്കളാണ്, പ്രായാവില്ല, എന്നും നിങ്ങൾ യുവാക്കളാണ്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എപ്പോഴും ആസ്വദിച്ചോ, എപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹം അല്ലെ. ഇവിടെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവും ഇല്ല, എപ്പോഴും സന്തോഷം. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം, ഇതാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോടു കൂടെ തന്നെ പോകാൻ കഴിയണം. സ്വർഗത്തെ പറ്റിയിട്ട് മിമ്മ ഖുലിക്കൽ, എന്തുകൊണ്ടാണ് സ്വർഗം സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലബ്നത്തുൻ മിൻ ഫില്ലത്തിൻ വലബ്നത്തുൻ മിൻ ദഹബ്. ആദ്യം മനുഷ്യൻ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചു ചോദിച്ചു. അല്ലാഹു പറഞ്ഞു മിനൽ മാ. ഖുൽതു അൽ ജന്നത്തു മാ ബിനാഉഹാ, സ്വർഗ്ഗം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ലബ്നത്തുൻ മിൻ ഫില്ലത്തിൻ വലബ്നത്തുൻ മിൻ ദഹബ്, സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ. വമിലാതുഹാ അൽ മിസ്കുൽ അസ്ഫർ, അതിലെ സിമന്റ് എന്നുള്ളത്, ഈ ഇഷ്ടികകളെ ജോയിന്റ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തു എന്നുള്ളത് മിസ്കാണ്, കസ്തൂരിയാണ്. പിന്നെയോ അതിലെ ചരൽക്കല്ലുകൾ മുത്തുകളും പവിഴങ്ങളുമാണ്. മണ്ണ് കുങ്കുമമാണ്. ആ സ്വർഗത്തിൽ ആര് പ്രവേശിച്ചുവോ അവൻ അനുഗ്രഹപൂർണിതനായിരിക്കുന്നു. അവൻ ആസ്വദിക്കാൻ വേണ്ടി മാത്രം അവിടെ ജീവിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമയോട് ചോദിക്കുന്നുണ്ട്, മാ അദ്നാ അഹ്ലിൽ ജന്നതി മൻസില. സഅല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുക, മാ അദ്നാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ദർജ ഏതാണ്, പദവി ഏതാണ്? അല്ലാഹ് പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം ഒരാൾ വരും. അല്ലാഹ് പറയും, നീ പ്രവേശിച്ചുകൊള്ളൂ. ആ വ്യക്തി പറയും, എടുക്കാനുള്ളവരൊക്കെ എടുത്തില്ലേ അല്ലെ, എടുക്കാനുള്ളവരൊക്കെ എടുത്തു റബ്ബേ, ഇനിയിപ്പോ എന്താ ഉള്ളത് എന്ന് എന്ത് ചെയ്യും? ചോദിക്കും. എല്ലാം എന്തെടുക്കും, ഇനിയിപ്പോ എന്താ ഉള്ളത്? എല്ലാവരും അവരുടേതായിട്ടുള്ള ഇടങ്ങൾ എന്ത് ചെയ്തു? അവരുടേതായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പൊ അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ദുനിയാവിലെ ഒരു രാജാവിന്റെ അത്ര സൗഭാഗ്യം മതിയോ? ദുനിയാവിലെ ഒരു രാജാവിന്റെ അത്ര സൗഭാഗ്യം മതിയോ? നമ്മളവിടെ വെച്ചിട്ടായിരിക്കണേ, സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലെ. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയോട് ചോദിക്കും, ആ വ്യക്തി പറയും, മതി റബ്ബേ. പക്ഷെ റഹ്മാനായ റബ്ബ്, വദൂദായ റബ്ബ് അവിടെ നിർത്തിയില്ല. അന്നിങ്ങനെ പറഞ്ഞു, ലക്കദാരിക, അതാർക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഉണ്ട്. അഞ്ചാമത്തെ തവണയും പറഞ്ഞു, മതിയായി, അല്ലാഹുവേ തൃപ്തിപ്പെട്ടു. അന്ന് വീണ്ടും ഇതുണ്ട്, 10 ഇരട്ടി ഇതിന് പുറമെയുമുണ്ട്. നിന്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, നിന്റെ കണ്ണെന്താണോ കൊതിക്കുന്നത്, അത് നിനക്കുണ്ട് എന്ന് ഈ വ്യക്തിയോട് അല്ലാഹുവേ മതിയായി നാഥ, പടച്ച റബ്ബേ തൃപ്തിയായി നാഥ. ഇവിടെ ആലോചിക്കുന്നത്, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന വ്യക്തിയുടെ പ്രതിഫലത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് അല്ലെ. എന്താ ഇല്ല കണ്ണ് ഇല്ലേ, കൺകുളിർമയായ മനസ്സാഗ്രഹിക്കുന്ന എന്ത് നിനക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം കിനാവ് കണ്ടിട്ട് തന്നെ നാം ജീവിക്കേണ്ടത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇതെന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, ഇതെന്റെ സ്വർഗത്തിനാവണമെന്ന് നാം കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം.
ഇൻഷാ അല്ലാഹ് ആയത്ത് നമുക്ക് ഒരു തവണ കൂടി പാരായണം ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗമാണ് നാം എല്ലാവരും കൊതിക്കുന്നത്. ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം പേടിപ്പെടുത്തുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് പടച്ചിറപ്പ് നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ ആയത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ ഖുർആൻ ക്ലാസിന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.